വെൽക്കം ബാക്ക് ടു SK's വ്ലോഗ്സ്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദിസ് ഈസ് SK ആൻഡ് യു ആർ വാച്ചിങ് SK's വ്ലോഗ്സ്. സോ തംബ്നെയിൽ കണ്ടാൽ തന്നെ അറിയാം, ഒരു ഔട്ടിംഗ് വ്ലോഗാണ്. അച്ഛനൊരു സംഭവം മേടിച്ചു കൊണ്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഫ്രണ്ടിനെയും കൂട്ടി പോവുകയാണ്. ഫ്രണ്ടിൻ്റെ പേരൻസിന് വേറൊരു വർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഞങ്ങളവിടെ ഇറങ്ങി. ആദ്യം ഡിമാർട്ടിലേക്കാണ് പോയത്. ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഹരി ഞാനും കുറച്ച് നേരത്തേക്ക് ഡിമാർട്ടിലൂടി കറങ്ങി നടന്നു. ആവശ്യമുള്ള സാധനം ആവശ്യമില്ലാത്ത സാധനമൊക്കെ എടുത്ത് കാട്ടിലിട്ട്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആക്ച്വലി ഇത് വ്ലോഗാക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും റെക്കോർഡ് ചെയ്തതല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഞങ്ങളാദ്യം നേരിട്ട് പോയത് ഷൂ സെക്ഷനിലേക്ക്, ചെരുപ്പും ഷൂസൊക്കെ ഉള്ള സെക്ഷനിലേക്കാണ്. ചെരുപ്പ് ഒരുപാടുണ്ടെങ്കിലും വീണ്ടും ചെരുപ്പ് കാണുമ്പോൾ മേടിക്കാൻ തോന്നും. അത് അച്ഛനുള്ള ചെരുപ്പാണ്. അങ്ങനെ എനിക്കും ഒരു ചെരുപ്പ്, അമ്മയ്ക്കൊരു ചെരുപ്പ്, അച്ഛനൊരു ചെരുപ്പ് മേടിച്ചു. അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ക്ലോത്ത് സെക്ഷനിലേക്ക് പോയി. വീട്ടിലേക്ക് വേണ്ട കുറച്ച് ക്ലോത്ത്സൊക്കെ എടുത്തു. പിന്നെ യുറ്റൻസിൽസിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പണ്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹാരി കുറച്ചൊക്കെ എടുത്തു. പിന്നെ ഹാരിക്കൊരു സ്ലിംഗ് ബാഗ് എടുത്തു. ഞാൻ ആ ഭാഗത്ത് നോക്കിയിട്ട് പോലുമില്ല, കാരണം ഇഷ്ടംപോലെ ബാഗുണ്ട്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു. വിചാരിച്ച സംഭവം മാത്രം ഇതുവരെ കിട്ടിയില്ല. അച്ഛന് വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷെ കാണുന്നതൊക്കെ എടുത്ത് കാട്ടിലിടുകയാണ്. പിന്നെ ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ചില്ല. കാരണം വന്നത് ഇതിനു വേണ്ടിയല്ലല്ലോ. അപ്പം പിന്നെ മേടിച്ചിട്ട് കാര്യമില്ല, വെറുതെ വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കും. ഓൾറെഡി ആവശ്യത്തിന് കാർട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും നിറയ്ക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഫൈനലി മെൻസ് സെക്ഷനിലേക്ക് പോയിട്ട് അവിടുന്ന് കുറച്ച് ടീഷർട്ട്സൊക്കെ നോക്കി. ലേഡീസ് സെക്ഷനിൽ ഞങ്ങൾക്ക് ടീഷർട്ട് കിട്ടിയില്ല. അങ്ങനെയാണ് ഞങ്ങൾ മെൻസ് സെക്ഷനിലെത്തി. അവിടെ ടീഷർട്ട് നോക്കി. അവിടെ നിന്ന് അത്യാവശ്യം നല്ല നല്ല ടീഷർട്ടൊക്കെ കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഹാരിക ഒരു ഓണിയൻ ദോശയും ഞാനൊരു പൊറോട്ടയും കഴിച്ചു. പൊറോട്ട നമ്മുടെ കേരളത്തെ പോലെയല്ല ഇവിടുത്തെ പൊറോട്ട. കേരളത്തിലാണ് എനിക്കിഷ്ടം. പ്രത്യേകത ഒരു ഓക്കെ എന്ന് വെക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഡിമാർട്ടിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഹാരിയുടെ പേരൻസ് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വീണ്ടും തിരിച്ച് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരുപാട്
ഡിജിറ്റൽ ഷോപ്പിലൊക്കെ കയറി. പക്ഷേ അച്ഛൻ ചോദിച്ച സംഭവം മാത്രം കിട്ടിയില്ല. വന്നത് അതിന് വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അത് മാത്രം കിട്ടിയില്ല. അങ്ങനെ അനാവശ്യമായ കുറേ സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വഴിയിൽ കുറേ ഡിജിറ്റൽ ഷോപ്പിലൊക്കെ കയറി നോക്കിയായിരുന്നു, പക്ഷേ സ്റ്റോക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചു. ഒരു ഇറാനി ചായയായിരുന്നു. വഴിയിലുള്ള ഡാബയിൽ നിന്നാണ് കുടിച്ചത്. നമ്മൾ നാട്ടിൽ തട്ടുകട പോലെ ഇവിടെ ഡാബ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നല്ല സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. See you all with another video. Bye bye.